ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ 6 പ്രവർത്തനങ്ങളാണ് നൽകിയിട്ടിരിക്കുന്നത്. ആദ്യത്തെ പ്രവർത്തനം വായിക്കാം എഴുതാമാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അത് നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 4 ഉത്തരം എഴുതിയാൽ മതി. അതിലൊന്ന് ഓപ്ഷനാണ്. അപ്പോൾ അറിയാവുന്ന 4 എഴുതുക. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം എല്ലാവർക്കും സുപരിചിതമാണ്. വായിക്കാം എഴുതാം. വിദ്യകളെല്ലാം അഭ്യസിച്ച് സന്യാസം സ്വീകരിച്ച് ശങ്കരാചാര്യ കാശിയിലെത്തി. ഒരു ദിവസം ശിഷ്യരത്ത് മധ്യാഹ്ന കർമ്മത്തിന് പോകുമ്പോൾ 4 നായ്ക്കളുമായി ഒരു ചണ്ടാണ് എതിരെ വരുന്നത് കണ്ടു. ഉടനെ ശങ്കരാചാര്യ മാറിപ്പോയെന്ന് ആക്രോശിച്ചു. ഈ ഗംഗാജലത്തിലും പുറത്തെ ചളിക്കുണ്ടിലും നേളിക്കുന്നത് ഒരേ സൂര്യനാണല്ലോ. എൻ്റെ ശരീരത്തിലും അങ്ങയുടെ ശരീരത്തിലും ഒഴുകുന്നത് ഒരേ നിറമുള്ള ചോരയാണല്ലോ. പിന്നെന്തിനു മാറിപ്പോണം എന്ന് ചണ്ടാളൻ തിരിച്ചു ചോദിച്ചു. ഇത് കണ്ട് ശങ്കരാചാര്യർ ആ ചണ്ടാളന് മുന്നിൽ ശിരസ്സു കുനിച്ച് ഞാൻ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ വേഷപ്രച്ഛന്നനായി വന്ന ശിവനായിരുന്നത്രേ ആ ചണ്ടാളൻ. ഇനി ചോദ്യം നോക്കാം. വിദ്യകളെല്ലാം അഭ്യസിച്ച് സന്യാസം സ്വീകരിച്ച് ശങ്കരാചാര്യർ എത്തിച്ചേർന്നത് എവിടെയാണ്? അപ്പോൾ ആദ്യത്തെ വരിയിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ടല്ലേ, കാശിയിൽ നിന്ന് നമുക്ക് എഴുതാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? മാറിപ്പോയെന്ന് ശങ്കരാചാര്യർ ആക്രോശിച്ചത് ആരോടാണ്? ശിഷ്യന്മാരോട്, നായ്ക്കളോട്, ചണ്ടാളന്മാരോട്. ആരോടാണ്? ചണ്ടാളന്മാരോട്. ചണ്ടാളനോടൊപ്പം ഉണ്ടായിരുന്ന ആര്? നായ്ക്കൾ, ശങ്കരാചാര്യ, ശിഷ്യന്മാർ. ആരാണ്? നായ്ക്കൾ. എന്തുകൊണ്ടായിരിക്കാം ശങ്കരാചാര്യ ചണ്ടാളൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചത്? ചണ്ടാളൻ്റെ അനുസരണശീലം കണ്ടിട്ട്, ചണ്ടാളൻ്റെ വാക്കുകളിലെ സന്ദേശം ഉൾക്കൊണ്ടിട്ട്, നായ്ക്കൾക്ക് ചണ്ടാളനോടുള്ള സ്നേഹം കണ്ടിട്ട്. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? ചണ്ടാളൻ്റെ വാക്കുകളിലെ സന്ദേശം ഉൾക്കൊണ്ടിട്ട്. ഈ ഗംഗാചലത്തിലും പുറത്ത് ചെളിക്കുണ്ടിലും നേളിക്കുന്ന ഒരേ സൂര്യനാണല്ലോ. ഇത് അർത്ഥമാക്കുന്നത് എന്ത്? പ്രപഞ്ച തേജസ് എല്ലാവരിലും ഒരുപോലെയാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ്. ചെളിക്കുണ്ട് ഹീനവും ഗംഗ പവിത്രവുമാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? പ്രപഞ്ച തേജസ് എല്ലാവരിലും ഒരുപോലെയാണ്. ഇനി അടുത്ത വാക്മയ ചിത്രം. വാക്മയം ചിത്രം എന്ന് പറഞ്ഞത് വാക്കുകൾ കൊണ്ട് ചിത്രം ഉണ്ടാക്കുക. അതായത് നമ്മൾ എഴുതുന്ന ആ വാക്കുകളിൽ നിന്ന് വായിക്കുന്നതിലൂടെ നമുക്ക് ഒരാളുടെ ചിത്രം ഓർമ്മ വരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിക്കാണ് വാക്മയ ചിത്രം എന്ന് പറയുന്നത്. വലത് കൈ സന്തത സഹചാരിയായ മുളവടി. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് നോക്കും? വലത് കൈയിൽ ഒരു മുളവടി നമ്മുടെ ഓർമ്മയിലേക്ക് വരും. ഇടത് കൈയിൽ ഒരു കൊച്ചുപാണ്ടും ഉടുവസ്ത്രമായും സുപരിചിതമായ ഒറ്റമുണ്ട്. ചുണ്ടിൽ നനുത്ത പുഞ്ചിരിയും കണ്ണുകളിൽ ദൃഢനിശ്ചയത്തിൻ്റെ ജ്വലനം. അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗത്തിലെ ഗാന്ധിജിയുടെ ഒരു വാക്മയ ചിത്രമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ഒരു വാക്മയ ചിത്രം തയ്യാറാക്കുക. ഇപ്പം നമുക്ക് ഗാന്ധിജിയെ പറ്റി പറയുമ്പോൾ തന്നെ ഇത് വായിക്കുന്നതിലൂടെ ഗാന്ധിജിയുടെ ആ സവിശേഷതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നു. അതേപോലെ നിങ്ങൾക്ക് ഒരു മുത്തച്ഛൻ്റെയോ മുത്തശ്ശിയുടെയോ വാക്മയ ചിത്രം തയ്യാറാക്കാനാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഉപചോദ്യമുണ്ട്. ഉപചോദ്യം എന്താണ്? ലോലം എന്ന പദത്തിന് പകരം പദം ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്തി എഴുതുക. കടുപ്പം, മൃദു, ചൂട്. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? മൃദുവാണ്. ഇനി നമുക്കൊരു മുത്തശ്ശൻ്റെ ഒരു വാക്മയ ചിത്രം നോക്കാം. പ്രായം കുറച്ചായെങ്കിലും ഗാംഭീര്യം നിറഞ്ഞ മുഖം, വെള്ളമുണ്ടും തോളത്തിലൊരു തോർത്തുമാണ് വേഷം, മുഖത്ത് കട്ടിക്കണ്ണട, കാലിന് വള്ളിച്ചെരുപ്പ്, ഏറെക്കുറെ വെളുപ്പായ താടിയിലും മീശയിലും അവിടവിടെ കറുത്ത രോമങ്ങൾ, മിനുങ്ങുന്ന കഷണ്ടിത്തല, വാത്സല്യം മൂറുന്ന പുഞ്ചിരിയോടെ നിന്ന മുത്തച്ഛനെ ഞാനും അനിയനും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഇതൊരു മാതൃകയാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഇനി അടുത്ത അഭിപ്രായക്കുറിപ്പാണ് കണ്ണിലെ സൂര്യൻ. ഒരു പദ്യമാണ്. ഉച്ചയാവുന്ന നേരം പരുക്കൻ പാതവക്ക് തിരക്ക് പിടിച്ചു പോം യാത്രികർ, പെട്ടെന്ന് പൊന്തും തകരവാദ്യം കാറ്റ് പോലും നിലയ്ക്കുന്നു കാണുക മുമ്പിൽ ഉരുൾ ചക്രം, അതിന്മേൽ ബാലൻസ് തെറ്റുന്ന ലോഹപ്പലക, തല കീഴ്ക്കാൻ തൂക്കു നിൽക്കുന്ന 2 പൈതങ്ങൾ നെറുകയിൽ, കണ്ണീർ നിറച്ച മൺകുടവുമായി കാലിൽ എത്ര വേഗത്തിൽ തിരിയുമ്പോഴും അമ്മ പുഞ്ചിരിക്കുന്നു. വെയിലത്തിളയ മോൻ എഴുന്നേറ്റ് നിൽക്കാൻ പഠിക്കുകയാണപ്പുറം, കൈയടിക്കുമ്പോഴും കണ്ടില്ല കണ്ണങ്ങൾ കരയുന്ന കുഞ്ഞിൻ്റെ കണ്ണിലെ സൂര്യന്. ഋഷികേശൻ PB. കവിത വായിച്ചില്ല. ഇത്തരം കാഴ്ചകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? തള്ളവിരലില്ലാത്ത ഗ്രാമം എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചതല്ലേ? സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന, പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു വലിയ സമൂഹത്തെയാണ് നാം അവിടെ കാണുന്നത്. കവിതയിലെ ആശയവും പാഠഭാഗത്തിലെ ആശയവും പരിഗണിച്ച് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട കുറേ സമൂഹത്തെക്കുറിച്ചാണ് നമുക്ക് തള്ളവിരലില്ലാത്ത ഗ്രാമം എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കുറേ ജീവിതങ്ങളുടെ
നേർക്കാഴ്ചയാണ് നമ്മൾ ഈ കവിതയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഇത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ, നമ്മൾ തെരുവോരങ്ങളിൽ സർക്കസിലെ കൂടാരത്തിലെ 4 ജീവിതങ്ങളുടെ കഥയാണിത്. അതായത് ലോഹപ്പലക ഇങ്ങനെ കിഴിക്കാൻ ജീവൻ പോലും പണയം മേടിച്ചിട്ട് അതിൽ ബാലൻസ് വെച്ച് നടക്കുന്ന 2 പൈതങ്ങൾ. അപ്പോൾ അവരുടെ കണ്ണി നിറച്ച മൺകുടവുമായി കാലിൽ എത്ര വേഗത്തിൽ തിരിയുമോ അമ്മയെ പുഞ്ചിരിക്കുന്നു. അപ്പോൾ വേഗത്തിൽ അമ്മ പുഞ്ചിരിക്കുമ്പോഴും അമ്മയുടെ ഉള്ളിൽ എന്താണ്, തേങ്ങലാണ്. വെയിലത്ത് ഇളയ മോൻ എഴുന്നേറ്റ് നിൽക്കുക. അപ്പോൾ അപ്പുറം എന്തുണ്ട്, ഒരു ഇളയ മോനുണ്ട്, വെയിലത്ത് നിൽക്കുകയാണ്. എന്താണ്, നടക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയുള്ള ഒരു കൊച്ചു പൈതലിനെ വെച്ചിട്ടാണ് ഇവർ അവനവൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് അവരിങ്ങനെ ആയിപ്പോയത്. അതേപോലെ തന്നെ അന്നേരത്തുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു പരിശ്രമമാണ് നമ്മളിതിൽ കാണുന്നത്. അപ്പോൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് അങ്ങനെയുള്ളവരെ കാണാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മാതൃത്വത്തിൻ്റെ കവയിത്രി എന്ന് വിളിക്കുന്ന ആരെയാണ്? സുമംഗല ബാലാമണിയമ്മ, സിസ്റ്റർ മേരി ബെനീച്ച. അപ്പോൾ ആരാണ്? ബാലാമണി അമ്മ. ഇനി ആസ്വാദനക്കുറിപ്പാണ്. അച്ഛൻ മൊട്ടക്കുന്ന് വിലയ്ക്ക് മേടിച്ചത്, ഉതിർന്ന് കിടന്ന ചരക്കല്ല് നീക്കി കുന്ന് കളിപ്പിച്ചത്, തൈക്കുണ്ടുകൾ കുഴിച്ചത്, മുറ്റത്തെ തെങ്ങിൽ നിറഞ്ഞു മുറ്റിയ കുലകൾ നോക്കി മെല്ലെ മിഴിക്ക് തയർത്തി പതുക്കെ ചുമര് പിടിച്ച് അകത്തെ മുറിയിലേക്ക് കയറിപ്പോയത്. അക്കമ്മ എന്ന പാഠഭാഗം ഓർമ്മയില്ലേ? തന്നിരിക്കുന്ന കവിത വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അക്കമ്മ എന്ന പാഠഭാഗത്തിൽ വീട്ടുകാരി സ്വന്തം അച്ഛനെ കുറിച്ച് ഓർപ്പിക്കുന്നതാണ് ഈ ഒരു അവസരം. ഇനി കർഷകൻ എന്ന് പറയുന്ന ഒരു കവിത വായിക്കാനാണ്, എന്നിട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ഏത് കവിതയാണ്, ആരാണ് അത് എഴുതിയതെന്ന് നമ്മൾ പറയണം. അതേപോലെ തന്നെ എന്തിനെ പറ്റിയാണോ കവിത അതിൻ്റെ ആശയം നമ്മൾ വിശദമാക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ, പ്രയോഗ ഭംഗി, ഇതൊക്കെ നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പിൽ തയ്യാറാക്കാം. ഇനി അടുത്തത് സ്വാർത്ഥകം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അർത്ഥമില്ലാത്തത്, അർത്ഥത്തോട് കൂടിയത്, മറ്റൊരർത്ഥമുള്ളത്. അപ്പോഴെന്താണ് സ്വാർത്ഥകം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥത്തോട് കൂടിയത്. ഇനി പ്രവർത്തനം 5 ഒരു വിശകലന കുറിപ്പാണ്. എന്താ ഉണ്ണി ഷർട്ട് മുഴുവൻ ചെളിയാക്കി കൊണ്ടുവന്നിരിക്കുക? മുറ്റത്ത് ചളി മുഴുവൻ വീടിനകത്താക്കുമല്ലോ ഈ ചെക്ക്. പനി പിടിക്കും മോളെ, മഴയത്ത് കയറി വാ. മുതിർന്നവർ കുട്ടികളോട് പലപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് ഈ ചുവടിൽ തന്നിരിക്കുന്ന വരികൾ. ശ്രദ്ധിക്കും. ഇച്ചയാ നമ്മൾക്ക് കൂർത്താടാനല്ലെങ്കിൽ ഈ ചളി ഉണ്ടായത് എന്തിനാണാവോ? വരികളും മുകളിലെ പരാമർശങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ബാലാമണി അമ്മയുടെ ബാലലീല സ്വാതന്ത്ര്യത്തോടെ ഉല്ലസിച്ചു നടക്കുന്ന ബാല്യകാലത്തെ ഓർമ്മിപ്പിക്കുന്ന കവിതയാണ്. മഴയത്ത് കുട്ടികൾ ആർത്തുല്ലസിച്ച് നടക്കുമ്പോൾ മുതിർന്നവർ അവരോട് പലപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഷർട്ട് ചെളിയാക്കി കൊണ്ടുവരുമ്പോഴും മുറ്റത്ത് ചെളി ചവിട്ടി വീട്ടിനുള്ളിൽ കയറ്റുമ്പോഴുമൊക്കെ അമ്മയും മുതിർന്നവരും കുട്ടികളെ ശാസിക്കും. മഴയത്ത് കളിച്ചു നടക്കുമ്പോൾ പനി പിടിക്കും, കയറി വാ എന്നൊക്കെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തും. കുട്ടികൾക്ക് ഇഷ്ടത്തിന് കളിച്ചു നടക്കാനല്ലെങ്കിൽ പിന്നെ ഈ മഴയും ചെളിയുമൊക്കെ എന്തിനാണ് എന്നാണ് ബാലാമണി അമ്മ ചോദിക്കുന്നത്. സ്വാതന്ത്ര്യത്തോടെ കളിച്ചു നടക്കാൻ കുട്ടികളെ അനുവദിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ബാലലീല എന്ന കവിതയിൽ കവയത്രി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അധ്വാനം ആഹ്ലാദമായ അനുഭവമാണ് നൽകുന്നതെന്ന് പുഞ്ചകൊയ്തെ കളം നിറഞ്ഞ് എന്ന നാടൻ പാട്ടിലൂടെ നമുക്ക് മനസ്സിലായി. വെയിൽ തീയാട്ടമാടും കൃഷിയിടം, കറുകറുത്ത മനുഷ്യർ, മനോഹർ, വിവിധ വിത്തുകൾ ശേഖരിച്ചോർമ്മിച്ച് വിത നടത്തി വിളയിച്ച പോർനിലം. കൊക്കരക്കോ കൊക്കരോ കരിയാത്തെ തായലെ കണ്ടും കൊയ്യേണ്ടി, എന്തിനു വേണ്ടി കൊയ്യുന്നു, വിത്തിനു വേണ്ടി കൊയ്യുന്നു. തന്നിരിക്കുന്ന കവിതയും നാടൻ പാട്ടിലുള്ള ആശയവും കൃഷിയുമായി ബന്ധപ്പെട്ടവയാണല്ലോ. ഇവയെല്ലാം ഉൾപ്പെടുത്തി നാടൻ പാട്ടുകളും അധ്വാനവും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക. മണ്ണും മനുഷ്യനും പ്രകൃതിയുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. കർഷകരുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഓരോ ധാന്യമണിയും. ആ അധ്വാനത്തിനിടയിൽ ഉണ്ടാകുന്ന നാടൻ പാട്ടുകളിൽ മണ്ണിൻ്റെ മണവും വിയർപ്പിൻ്റെ മഹത്വവും നിറഞ്ഞു നിൽക്കുന്നു. കൊടും ചൂടിലും കോരിച്ചൊരിയുന്ന മഴയത്തും ഓരോ കർഷകൻ്റെ ഉള്ളിലും ഒരേ ഒരു വികാരം മാത്രമാണുള്ളത്. തൻ്റെ അധ്വാനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം ലഭിക്കണം. ഇവിടെ ഓരോ കർഷകനും അധ്വാനം എന്നത് ആഹ്ലാദകരമായി അനുഭവമായി മാറുന്നു. നാടൻ പാട്ടിൻ്റെ താളത്തിലൂടെ തങ്ങളുടെ അധ്വാന ഭാരത്തെ അവർ മറക്കുന്നു. അപ്പോൾ ഈ പാട്ട് പാടുന്ന എന്തിനാണ്? അവരുടെ അധ്വാന ഭാരത്തെ ലഘൂകരിക്കാനാണ്.
അധ്വാനഭാരം കുറയ്ക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനുമായി രൂപം കൊണ്ട് നാടൻ പാട്ടുകൾ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ജീവിതവുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്നു. അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളുമെല്ലാം ഈ നാടൻ പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. മണ്ണിൽ പണിയെടുക്കുന്നവരിലൂടെ രൂപം കൊണ്ട് ഇത്തരം നാടൻ പാട്ടുകൾ അധ്വാനത്തിൻ്റെ മഹത്വത്തെയാണ് വിളംബരം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ